തുടക്കത്തിലെ തകർച്ചയ്ക്കു ശേഷം ശക്തമായി ടെസ്റ്റിലോട്ട് തിരിച്ചുവന്നു ടീം ഇന്ത്യ. ചെപ്പോക്കിലെ ഏറ്റവും മനോഹരമായി കളിക്കാനറിയുന്ന അശ്വിനും ജഡേജയും കൂടിയ വലിയൊരു തകർച്ചയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചത്. ചെന്നൈ ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിലെ കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതുപോലുള്ള കായിക ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ചെന്നൈയിലെ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ടോസ് നേടിയ ബംഗ്ലാദേശ് ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇരു ടീമുകൾ 2 സ്പിന്നേഴ്സും 3 പേസ് ബോളേഴ്സുമായി ഇറങ്ങിയപ്പോൾ ഇന്ത്യൻ ടീമിൽ ആകാശ് ദീപിന് പ്ലേയിങ് 11 സ്ഥാനം ലഭിച്ചു. കളിയുടെ ആദ്യ മണിക്കൂർ ബംഗ്ലാദേശ് പേസ് ബോളർമാരുടെ ആയിരുന്നു. ഹസൻ മുഹമ്മദിന്റെ ബ്രില്യൻ സ്പെല്ലിംഗ് ആദ്യ മണിക്കൂർ തന്നെ ഇന്ത്യയുടെ 3 വിക്കറ്റ് നഷ്ടമായി. രോഹിത്തും കോഹ്ലിയും 6 റൺസിന് മടങ്ങിയപ്പോൾ ഗിൽ ഡക്കിനും മടങ്ങി. കളിയുടെ 2ാം മണിക്കൂർ പന്തും ജയ്സ്വാളും കൂടെ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചപ്പോൾ ഇന്ത്യ കൂടുതൽ വിക്കറ്റ് നഷ്ടം കൂടാതെ ആദ്യ സെക്ഷൻ പൂർത്തിയാക്കി. പന്തിനെ മടക്കിക്കൊണ്ട് ഹസൻ മുഹമ്മദ് വീണ്ടും ബംഗ്ലാദേശിന് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചു. പിന്നീട് കൂടിച്ചേർന്ന ജയ്സ്വാൾ രാഹുൽ സഖ്യം 48 റൺസ് കൂട്ടിച്ചേർത്തു. ജയ്സ്വാൾ തന്റെ മികച്ച ഒരു 50യും സ്വന്തമാക്കി. എന്നാൽ രാഹുലിനെയും ജയ്സ്വാളിനെയും പെട്ടെന്ന് പുറത്താക്കി ബംഗ്ലാദേശ് പെട്ടെന്ന് കളിയിലോട്ട് തിരിച്ചു വന്നു. 144-ന് 6 എന്ന നിലയിൽ തകർന്ന ഇന്ത്യയെ പിന്നീട് രക്ഷിച്ചത് ജഡേജ അശ്വിൻ സഖ്യമാണ്. വൺ ഡേ സ്റ്റൈലിൽ ബാറ്റ് വീശിയ രണ്ടുപേരും പെട്ടെന്ന് റൺസ് കണ്ടെത്തി. 108 പന്തിൽ തന്റെ ചെപ്പോക്കിലെ 2ാം സെഞ്ചുറി അശ്വിൻ സ്വന്തമാക്കിയപ്പോൾ 117 പന്തിൽ 86 റൺസുമായി ജഡേജ മറ്റൊരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 80 ഓവറിൽ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 എന്ന ശക്തമായ നിലയിലാണ്. ബംഗ്ലാദേശിന്റെ സ്പിന്നർമാർ നിറം മങ്ങിപ്പോയ ആദ്യ ദിനത്തിൽ ഹസൻ മുഹമ്മദാണ് 4 വിക്കറ്റുമായി ഇന്ത്യൻ ടോപ്പ് ഓർഡറിനെ തകർത്തത്. നഹീർ റാണയും മെഹന്തി ഹസനും ഓരോ വിക്കറ്റ് സ്വന്തമാക്കി.